അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ പ്രമാണങ്ങൾ ഏതും അവർക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനില്ല. ഒരു തെളിവും വിശുദ്ധ ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഈ ആളുകൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പിന്നുള്ളത് ചില ന്യായങ്ങൾ മാത്രമാണ്. എന്താ നമുക്ക് റസൂലിനെ സ്നേഹിച്ചുകൂടെ, എന്താ അതിന് കുഴപ്പം, റസൂല് അങ്ങനെ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ്. അതിനൊക്കെയുള്ള മറുപടികൾ നേരത്തെയുള്ള വീഡിയോകളിൽ നമ്മൾ കാണുകയുണ്ടായി. പറയുന്ന വേറൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടി, അത് മോശമല്ലേ, സ്വന്തം ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണം എന്ന് പറയുന്നത് മോശമല്ലേ എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ എത്ര അപകടകരമാണ് ഈ വാദം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ ലോകത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ബാങ്ക്, ആ ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയണം എന്ന് പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ബാങ്കിന് ശേഷം നടക്കുന്ന നമസ്കാരത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയണം എന്ന് പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സ്വലാത്ത് അത് പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ പോയി ഖബറിലെത്തിയാൽ ഉണ്ടാകുന്ന ചോദ്യത്തെക്കുറിച്ചും അവിടെ പറയേണ്ട ഉത്തരത്തെക്കുറിച്ചും പറഞ്ഞു തന്നതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പരലോകത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന പദവികളെക്കുറിച്ച് പഠിപ്പിച്ചതാരാ? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണം, അതൊരു കൂലിയുള്ള കാര്യമാണ് എന്ന് പറയാതിരിക്കൂ. തിങ്കളാഴ്ച നോമ്പ്, അതിൻ്റെ പുണ്യം പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തേ റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം നിങ്ങൾ ആഘോഷിക്കണം എന്ന് പറയാതിരുന്നത്? അതിന് പ്രാധാന്യമില്ല, അതിന് പ്രത്യേകതയില്ല, അങ്ങനെ ഒരു ആചാരം പാടില്ല എന്നതുകൊണ്ടാണ്. അല്ലേ? മറ്റു ദിവസങ്ങളുടെ പ്രാധാന്യം പഠിപ്പിച്ചാലോ? ജുമുഅ, വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം പഠിപ്പിച്ചതാരാ? വെള്ളിയാഴ്ച നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, വെള്ളിയാഴ്ചയുടെ പുണ്യം എന്ത്, എപ്പോൾ പള്ളിയിലേക്ക് പോകണം, എന്തൊക്കെയാണ് നിസ്കാരം, എങ്ങനെ നിസ്കരിക്കണം, ജുമുഅ ഖുതുബ ആദ്യമാണോ വേണ്ടത് പിന്നെയാണോ വേണ്ടത്, ഇതൊക്കെ പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേപോലെ തന്നെ അറഫാ ദിനം, എവിടെയാണ് നിൽക്കേണ്ടത്, എപ്പോൾ ഏത് സമയം മുതൽ നിൽക്കണം, അവിടെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ ഖുതുബ നടത്തേണ്ടത്, എന്തൊക്കെയാണ് അവിടെ വെച്ച് ചെയ്യേണ്ടത്, കൃത്യമായി പഠിപ്പിച്ചതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പെടുക്കാൻ പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹറം 9, 10 എന്തൊക്കെയാ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, എന്താണ് അതിന്റെ പ്രത്യേകത പറഞ്ഞു തന്നതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റമളാൻ, ആ റമളാനിന്റെ പുണ്യം, ആ റമളാനിൽ തന്നെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം, ഇതൊക്കെ പഠിപ്പിച്ചു തന്നതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെ ഒരുപാട് ദിവസങ്ങളുടെ, സമയങ്ങളുടെ, സന്ദർഭങ്ങളുടെ, സ്ഥലങ്ങളുടെ ഒക്കെ പുണ്യവും പ്രാധാന്യവും പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ സഹോദരങ്ങളെ റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ മാസത്തിന്റെ പുണ്യം പറയാതെ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത, പഠിപ്പിക്കാത്ത ഒരു പുണ്യം ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്ന ആളുകളല്ലേ നമ്മൾ? അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റണം എന്ന് കൽപ്പിക്കപ്പെട്ടവരല്ലേ നമ്മൾ? അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ദീന് പൂർത്തിയാക്കി എന്ന് പഠിപ്പിക്കപ്പെട്ടവരല്ലേ നമ്മൾ? ആ പൂർത്തിയാക്കിയതിൽ ജുമഅയുണ്ട്, ആ പൂർത്തിയാക്കിയതിൽ യൗമ അറഫയുണ്ട്, ആ പൂർത്തിയാക്കിയതിൽ മുഹറമുണ്ട്, ആ പൂർത്തിയാക്കിയതിൽ റമളാനുണ്ട്, ലൈലത്തുൽ ഖദറുണ്ട്. ഇങ്ങനെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ എമ്പാടുമുണ്ട്. പക്ഷേ റബീഉൽ അവ്വൽ മാസമില്ല, റബീഉൽ അവ്വൽ 12 ഇല്ല. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് പുതിയതാണോ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണോ? വളരെ കൃത്യമായി പ്രമാണങ്ങൾ പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള മുഴുവൻ വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളത് ആഘോഷിക്കേണ്ടത് എന്നതാണ് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മെ നയിക്കുക സത്യത്തിലേക്കായിരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.